ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ സൗദി അറേബ്യ പുതിയ നീക്കങ്ങൾ നടത്തുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ ഇറാനും കളം നിറയ്ക്കുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം അങ്ങേയറ്റം സങ്കീർണമായി കഴിഞ്ഞു. ഈ പോരാട്ടത്തിന്റെ ആഘാതം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളിലേക്ക് ആഞ്ഞടിക്കാൻ പോവുകയാണ്. നിയന്ത്രണങ്ങൾ വരുന്നു, പ്രവാസികൾക്ക് വിലക്കുകൾ വരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. പ്രശ്നം അതീവ ഗുരുതരമായിരിക്കുകയാണ്. യുദ്ധം അതിന്റെ ഏറ്റവും കഠിനമായിട്ടുള്ള നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഇന്ധനവില വർധനവ് മുതൽ കടുത്ത രാജ്യാന്തര നിയന്ത്രണങ്ങൾ വരെ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എപ്പോഴും പറയുന്നത് പോലെയല്ല, ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ കടുത്ത അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ കളി മാറുമെന്ന വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഇതിന് പിന്നാലെ സൗദി അറേബ്യ തങ്ങളുടെ അടുത്ത നീക്കങ്ങൾക്കായിട്ട് കളം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അമേരിക്കയും സൗദിയും ഒരുമിച്ച് വന്നാലും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ഒട്ടും വിട്ടുകൊടുക്കാതെ ഇറാൻ കട്ടയ്ക്ക് കട്ടയായിട്ട് ശക്തമായിട്ട് നിൽക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു രണ്ട് രീതിയിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ ഒരു അഗ്നിപർവ്വതമായിട്ട് പുകയുകയാണ് മിഡിൽ ഈസ്റ്റ്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് മാറി. പോരാട്ടത്തിന്റെ ആഘാതം നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യയിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വില റോക്കറ്റ് പോലെ കുതിച്ചുയരും. അതോടെ നാട്ടിൽ പെട്രോൾ ഡീസൽ വില മാറും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മളെ ശ്വാസം മുട്ടിക്കും. നമുക്കറിയാം, ഈ അടുത്ത് പ്രധാനമന്ത്രി മോദി പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങിക്കരുത് എന്നുള്ള കാര്യങ്ങൾ. പിന്നീട് അതായത് ഡോളറിന്റെ മൂല്യങ്ങളൊക്കെ കൂടുന്നതനുസരിച്ച് നമുക്കത് ശേഖരിക്കണം, അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല പെട്രോൾ ഡീസൽ വില കുതിക്കുമെന്നും പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ വില ഒരാൾ എത്രത്തോളം ആണ് വാങ്ങിക്കേണ്ടത്, എത്ര പെട്രോൾ വാങ്ങിക്കണം എന്ന രീതിയിലൊക്കെ ചില മാറ്റങ്ങൾ വരും. അത്തരം മാറ്റങ്ങൾ ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലോക രാജ്യങ്ങൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രവാസി മലയാളികളാണ്. രണ്ടാമത്തെ കാര്യം, അതായത് ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു സുരക്ഷാ പ്രശ്നവും ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള, അതായത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളത്. അപ്പോൾ അവരെയൊക്കെ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെയും ജീവിതത്തെയും ഇത് നന്നായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, ആകാശം അടയ്ക്കുകയാണ്. അതായത് UAE, കുവൈറ്റ്, ഖത്തർ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷ മുൻനിർത്തി തങ്ങളുടെ വ്യോമപാതകൾ ഭാഗികമായിട്ടോ പൂർണ്ണമായോ അടച്ചിരിക്കുകയാണ്. മാത്രമല്ല സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. എയർ ഇന്ത്യ, ഇൻഡിഗോ അടക്കമുള്ള പ്രമുഖ കമ്പനികളിൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ പ്രവാസികൾക്ക് വലിയ രീതിയിലുള്ള വിലങ്ങുതടിയായി മാറുകയാണ്. അതായത് യാത്രാ വിലക്ക് തുടരുകയാണ്. വിനോദ യാത്രകൾക്കും സന്ദർശന വിസയിലുള്ള യാത്രകൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ പ്രവാസികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കൂ എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കപ്പലുകളുടെ സഞ്ചാരം ദിവസേന 138 നിന്ന് 0 ചുരുങ്ങിയിരിക്കുകയാണ്. ചരക്ക് കപ്പലുകൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി വലിയൊരു ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ചരക്ക് കൂലി കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും എണ്ണ ഇറക്കുമതിയിൽ 40% കുറവ് വന്നിട്ടുണ്ട്. വിപണിയിൽ എണ്ണക്ഷാമം ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ചില മുൻകരുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മാത്രമല്ല, ഇന്ധനം ലഭിക്കുന്നതിനായിട്ട് IT മേഖലകളിലും മറ്റു ഓഫീസുകളിലും വീണ്ടും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. വിദേശത്ത് നിന്നുള്ള പ്രകൃതിവാതകത്തിന്റെ വരവ് കുറഞ്ഞതിനാൽ ആഭ്യന്തര കൽക്കരി പ്ലാന്റുകൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിപ്പിക്കാനും പവർ കട്ടുകൾ ഒഴിവാക്കാനും നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് യുദ്ധം അതികഠിനമായിട്ട് പോകുമ്പോൾ ലോകരാജ്യങ്ങൾ പട്ടിണിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രവാസി മലയാളികൾ അവിടെ കുടുങ്ങുകയാണ്. അതായത് അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണ്. വിമാന സർവീസുകൾ നിർത്തിവെക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് ഈ ഒരു യുദ്ധം കൊണ്ടുണ്ടാകുന്നത്. ഇതിനിടയിലാണ് ട്രംപ് രംഗത്ത് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, സൗദി അറേബ്യയുടെ നീക്കങ്ങളും ഈ ഇറാൻ പരിശോധിക്കുന്നുണ്ട്. ഇറാൻ ഒന്നിനും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനും കളത്തിലിറങ്ങുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ ശക്തി രാഷ്ട്രീയത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള യുദ്ധഭൂമിയായിട്ട് മാറുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഭീഷണികൾക്ക് മുന്നിൽ തല കുനിക്കാത്ത ഒരു ജനതയുടെ ആത്മാഭിമാനത്തോടെയുള്ള പ്രതിരോധത്തിലേക്കാണ്.
നിൽക്കുകയാണ്. അതായത് ഇറാന്റെ പ്രതിരോധമാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നം വന്നിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ വന്നിട്ടും ഇറാന് യാതൊരു കുലക്കവുമില്ല. ഇറാന്റെ നിലപാടിൽ പോകുകയാണ്. ഇതിനിടയിലാണ് പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ വന്നിട്ട് പരസ്യമായിട്ടൊരു മുന്നറിയിപ്പ് നൽകിയത്. അതായത് ഇനി യാതൊരു തരത്തിലുള്ള നീക്കങ്ങളൊന്നുമില്ല, ഏത് നിമിഷവും നിങ്ങളെ തീർക്കും എന്നുള്ള രീതിയിലേക്ക് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപ് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന പശ്ചിമേഷ്യ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. പശ്ചിമേഷ്യയിലും ഇപ്പോൾ സൗദി അറേബ്യയുടെ നീക്കങ്ങളൊക്കെ നടക്കുന്നത് ലോകരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു യുദ്ധം കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, നിലവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഒന്ന് ഗ്യാസ് ആയിരുന്നു, വീട്ടിലെ അടുപ്പുകൾ പുകയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായി, ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വന്നു. ഇനി വില വർധനവും കൂടി വന്നു കഴിഞ്ഞാൽ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വയറ്റത്തടിയായി മാറും. എന്തായാലും ഈ യുദ്ധം ഞങ്ങൾക്കൊന്നും അറിയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇത്തരം യുദ്ധം കൊണ്ട് നമ്മളുടെ വീട്ടിലെ അടുപ്പ് മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും പ്രവാസി മലയാളികൾ ഈ പറയുന്ന പശ്ചിമേഷ്യയിലുണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം പോലും ഉണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നമ്മൾ എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് എത്രത്തോളമാണ് ഈ ഒരു യുദ്ധത്തിന്റെ ആഘാതം എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ. കാരണം ഈ ഒരു യുദ്ധം, അതായത് ഹോർമുസ് ഈ ഒരു യുദ്ധം മൂലം അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെ ആശ്രയിച്ച്, മരുന്നിനെയും ഭക്ഷണത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമുക്ക് മരുന്നും എണ്ണയും അതുപോലെ തന്നെയുള്ള അവശ്യ സാധനങ്ങൾ വേണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ, അതായത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എത്രത്തോളമായിരിക്കും അത് ജനങ്ങളെ ബാധിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയും കൂടിയായ കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയാകും. ജനങ്ങളുടെ ജീവൻ അതൊരു വെല്ലുവിളിയാകും. എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ നീക്കം. അതായത് ട്രംപ് രംഗത്തെത്തുന്നു, ട്രംപിനോടൊപ്പം തന്നെ സൗദിയും തന്റെ നീക്കങ്ങൾ നടത്തുന്നു. ഇതിൽ നിന്ന് പിന്നോട്ടില്ല, നിങ്ങൾ എന്ത് തന്നെ നടത്തിയാലും ശരി, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള രീതിയിൽ ഇറാൻ നിൽക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ മാസം അതായത് ഇരുപക്ഷവും, അതായത് അമേരിക്കയും ഇറാനും താൽക്കാലിക വെടിനിർത്തലിൽ എത്തിയെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള സാമ്പത്തിക പ്രകോപനങ്ങളും സൈനിക വിന്യാസങ്ങളും കാരണം സ്ഥിരമായിട്ടൊരു സമാധാനം ഇപ്പോഴും അകലെയാണ്. സമാധാനം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലില്ല. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന ഈ ഹോർമുസ് അടച്ചിട്ടത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് ഈ ഒരു കാര്യം മാറിയിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരവും ആണവ അവകാശങ്ങളും അടിച്ചമർത്താനുള്ള അമേരിക്കൻ നീക്കങ്ങളെ കഴിഞ്ഞ മാസം പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച ചർച്ചകളെ സ്തംഭനാവസ്ഥയിലാക്കിയിരുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇറാന്റെ പ്രധാന പങ്കാളിയായിട്ട് ചൈന ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്തെ മോഹങ്ങൾക്ക് ഏൽക്കുന്ന വലിയൊരു തിരിച്ചടി കൂടിയാണ്. എന്തായാലും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം ചൈനയുമായിട്ട് ചർച്ച ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ്. എന്തായാലും നാവിക ഉപരോധം വഴി ഇറാന് പ്രതിദിന $500 മില്യൺ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണികളെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയാണ് ഇറാൻ. മാത്രമല്ല, ഇന്ന് ഇറാന് മാത്രമല്ല സാമ്പത്തിക പ്രശ്നമുള്ളത്, ഈ ലോക രാജ്യങ്ങൾ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മോദി ഉൾപ്പെടെ പറഞ്ഞത് ഈ സ്വർണം ഒരു വർഷത്തേന് വാങ്ങിക്കരുത് എന്നുള്ളത്. അല്ലാതെ മറ്റൊരു കാരണമല്ല. ഇത്തരം യുദ്ധത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഇനി മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഏകപക്ഷമായിട്ട് അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കുമ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രാദേശിക ശക്തികൾ സജീവമായിട്ട് രംഗത്തുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം കൊണ്ടുവരുന്നതിനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും സഹായിക്കുന്ന ഒരു ബഹുരാഷ്ട്ര ഒത്തുതീർപ്പ് ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ കേവലമായിട്ടുള്ള ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങി ഒരു സമാധാന കരാറിനും ഇല്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇറാൻ ഉള്ളത്. ഇറാൻ അപ്പം അത്തരം കാര്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഇറാൻ മുന്നോട്ട് വെക്കുന്ന 14 പോയിന്റ് സമാധാന നിർദ്ദേശം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും സമീപനം സ്വീകരിച്ചാൽ അത് പൂർണ്ണമായിട്ടും അനിശ്ചിതത്വത്തിലാകുമെന്നാണ് ഗാലിബാഫ് പറയുന്നത്. എന്തായാലും ഇറാന്റെ അവകാശങ്ങളെ മാനിക്കാതെ ഉപരോധങ്ങൾ പിൻവലിക്കാതെയും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനവും സാധ്യമല്ല എന്ന് ഇറാൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ അതീവ ദയനീയമായിട്ട് അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം നമുക്ക് ഇപ്പോൾ അത് വ്യക്തമാകില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ഹോർമസ് പൂർണ്ണമായിട്ട് അടയ്ക്കുമ്പോഴും ഈ യുദ്ധം അതികഠിനമായിട്ട് പോകുമ്പോഴും
നമ്മളുടെ രാജ്യങ്ങൾക്ക് അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയുടെ സൈനിക ഭീഷണികളെ വെറും വാക്കുകളാൽ ഒതുക്കാതെ പ്രായോഗികമായിട്ടുള്ള തന്ത്രങ്ങളിലൂടെയാണ് ഇറാൻ നേരിടുന്നത്. ഇറാൻ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം ഒരു നിയുക്ത റൂട്ടിലൂടെ മാത്രം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു പുതിയ പ്രൊഫഷണൽ സംവിധാനം ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലേക്കാണ് രാജ്യം കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യുദ്ധം ഉടനടി നിർത്തിയില്ല, അല്ലെങ്കിൽ സമാധാനം കൈവരിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ തന്നെ അതികഠിനമായിട്ടുള്ള പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും പോകുമെന്നതിൽ സംശയമില്ല. അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിമാന സർവീസുകൾ നിർത്തുന്നു, പ്രവാസികളടക്കം അവിടെ നിൽക്കുന്നു, ജോലികൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. ആ സാഹചര്യം മൊത്തത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ഉടനടി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകം ഇരുട്ടിലേക്ക് പോകുമെന്നുള്ളതാണ്.